മാറി നിൽക്കാം, നിങ്ങൾ രണ്ടുപേരും കൂടെ സംസാരിച്ചാൽ മതി. അതൊന്നും കുഴപ്പമില്ല. അല്ല അത് മറ്റേ മുമ്പ് ആ മണ്ടുമായിട്ടുള്ള വിഷയം ഉണ്ടല്ലോ. അതൊന്നും അവരൊന്നും കാര്യമായിട്ടില്ല. അതൊക്കെ മനസ്സിൽ വെച്ചിരിക്കണ്ടാവും. മനസ്സിൽ വെച്ചിരുന്ന് പറഞ്ഞ് ഞാൻ ഇടപെടും. സുഗതാ, ഞങ്ങളാണ്. ആശാനോ? ഇരിക്കാൻ സമയമില്ല. മണ്ടുല്ലേ? ഉണ്ട്. മണ്ടു ഞാൻ പറഞ്ഞില്ലേ, ഒന്നിട്ട് വന്നേ. ആരൊക്കെ വന്നേക്കണ നോക്കിയേ. മണ്ടു അല്ല, ഇരിക്കാനൊന്നും സമയമില്ല. ഞങ്ങളേ വേറെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം പറയാനായിട്ടാ വന്നത്. ഇപ്പൊ അത് ആശാൻ പറയാം. അല്ല ഒന്നുമില്ല, ഇപ്പൊ നമുക്ക് ഈ കോവിഡ് ഇതൊക്കെ ആയതുകൊണ്ടേ വർക്കൊന്നും ഇല്ലല്ലോ. അപ്പൊ എല്ലാവരും കൂടെ കൂടിയിട്ട് ഒരു എന്താ പറയാ വെബ് സീരീസ് പോലെ ഒരു സംഗതി തുടങ്ങിയാലോ എന്ന് ആലോചിച്ചിട്ട് ഞങ്ങളിപ്പോ അതിന്റെ ഒരു വർക്ക് തുടങ്ങിക്കഴിഞ്ഞു, യൂട്യൂബിൽ ഇടാൻ വേണ്ടിയിട്ട്. അപ്പൊ ഒരു പെൺകുട്ടി അഭിനയിച്ചു നോക്കുമ്പോ അങ്ങോട്ട് ശരിയാവുന്നില്ല. അപ്പൊ അവൾക്ക് മൊത്തത്തിൽ കുഴപ്പം, സ്ക്രിപ്റ്റ് ശരിയല്ല, സംവിധാനം ശരിയല്ല, അഭിനയം തീരെ പോരാ. അവളങ്ങനെയൊക്കെ ആശാനോട് പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അവളോട്, അങ്ങനെയാണെങ്കിൽ മോളൊരു കാര്യം ചെയ്തോ, മോള് വെക്കും, പ്രശ്നമില്ലല്ലോ, നമുക്ക് വേറെ ആരെങ്കിലും നോക്കാന്ന് പറഞ്ഞു. അതിന് പറ്റിയൊരാള് മണ്ടുവിനെ ഞങ്ങൾ ഉദ്ദേശിക്കണതേ. മണ്ടു ആകുമ്പോ ഇതൊന്നും വിഷയാവണില്ലല്ലോ നമുക്ക്. നമ്മൾ എത്ര കാലായിട്ട് നമ്മൾ ഒരുമിച്ച് പഠിക്കണല്ലേ. എനിക്ക് അങ്ങനെയൊന്നും അറിഞ്ഞൂടാ. അല്ല ഇപ്പൊ കുഴപ്പമില്ല, ഇതൊക്കെ ഒന്നും മാറി ഒന്ന് കുളിച്ച് റെഡി ആയി കഴിഞ്ഞാൽ പിന്നല്ലാതെ എളുപ്പമാണതേ. അല്ല ഈ യൂട്യൂബിലൊക്കെ ചെയ്യണ കാര്യമാകുമ്പോഴേ അവൾക്കൊരു വിഷമം. അവള് യൂട്യൂബിൽ ഇങ്ങനെ ഒരു സംഭവമൊക്കെ ചെയ്താണല്ലോ. അതിപ്പോ കഴിഞ്ഞ പ്രാവശ്യത്തെ ആരൊക്കെ കണ്ടിട്ട് അതുപോലെ ചെയ്ത് നോക്കിയിട്ട് വയറിളകിന്നും പറഞ്ഞിട്ട് ആകെ പലതും കേൾക്കേണ്ടി വന്നു. അപ്പൊ അതിന്റെ ടെൻഷനിലാണ്. അത് അറിയുന്ന പണി ചെയ്താൽ പോരെ. അതെ, നമുക്കൊക്കെ ഭക്ഷണം വയ്ക്കലൊക്കെ എവിടെ നടക്കുന്നു. നമ്മളെ ആർട്ടിസ്റ്റുകളല്ല ആ പണി ചെയ്യാ. അല്ല അവള് വരും, അവൾക്ക് കുഴപ്പമൊന്നുമില്ല. സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടിലാണല്ലോ. അതെ അതെ അതെ. കേട്ടോ, നിങ്ങൾ ഇവിടെ വന്നിക്ക് നിങ്ങൾ എവിടെയൊക്കെ തെരഞ്ഞു ഞങ്ങള്. അല്ല വിവരം അറിഞ്ഞില്ല. നമ്മളെ മന്മഥനെ പോലീസ് നോക്കി. അയ്യോ, ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നല്ലോ. ആ ചാനലിൽ ഏതോ ഒരു സീരിയൽ നടീന്റെ അശ്ലീല ചിത്രം ഇട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആ നടി പോയിട്ട് കേസ് കൊടുത്തു പോലീസിൽ. പോലീസ് സ്റ്റേഷനിലാണ്. നിങ്ങൾ പോയിട്ട് ഇറക്കി കളിട്ടോ. സത്യേട്ടാ, മന്മഥന്റെ കോപ്രായം ഇനി നടക്കൂല. പോലീസുകാർ കോവിഡ് നോക്കി ഒരു കുനി ഹീറോയിസം പോയി. അല്ല, ഹീറോയിസ് എന്ന് പറഞ്ഞ ചില്ലറ ഹീറോയിസ് അല്ല. എന്താ അവിടെ കിടന്ന് കാണിച്ചത്? എന്താ ചെയ്യാ? എന്തപ്പോ അവൻ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടിട്ടാണോ പൈസ ഉണ്ടാക്കിയത്? അവന്റെ ഒരു ഹീറോ അല്ല ആശാനെ. നമ്മുടെ കാര്യത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുവോ? നമ്മുടെ കാര്യത്തിൽ എങ്ങനെ സംഭവിക്കും? ഇങ്ങനെയൊന്നും നമ്മുടെ ചാനലിനകത്ത് സംഭവിക്കാൻ സാധ്യതയില്ലല്ലോ. അപ്പൊ മന്മഥൻ ചെയ്തതുപോലുള്ള ഒരു വൃത്തികേട് നമ്മൾ ചെയ്യൂ? ഒരിക്കലും ചെയ്യുന്നില്ല. നമ്മൾ നമ്മുടെ കഴിവുകളാണ് ഇതിനകത്ത് പ്രദർശിപ്പിക്കുന്നത്. അത് കണ്ടിട്ട് ആളുകൾ ആസ്വദിച്ചിട്ട് നമുക്ക് പൈസ കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ.